കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമായി ഇവിടം കരുതപ്പെടുന്നു. ശ്രീകോവിൽ ചുറ്റുപെട്ട് കിടക്കുന്ന ഈ തടാകം കൊടും വേനലിൽ പോലും വറ്റിപ്പോകില്ലത്രേ. വിശേഷപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് ഉള്ളതുപോലുള്ള കെട്ടുകഥകൾ ഈ ക്ഷേത്രത്തിനുമുണ്ട്. എന്തെന്നാൽ സന്യാസിയായ വില്ലുമംഗലത്ത് സ്വാമികൾ പൂജ ചെയ്തത് ഈ ക്ഷേത്രത്തിൽ വച്ചാണെന്നും ഒരു ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഒരു ബാലൻ്റെ രൂപത്തിൽ വില്ലുമംഗലത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുമെന്നാണ് ഐതിഹ്യം. ആരോരുമില്ലാത്ത അനാഥ ബാലനാണ് താനെന്ന് ബാലൻ പറഞ്ഞു. ഇത് കേട്ട വില്ലുമംഗലത്ത് സ്വാമികൾക്ക് ബാലനോട് സഹതാപം തോന്നി. മാത്രവുമല്ല, ബാലൻ്റെ മുഖസൗന്ദര്യവും തിളക്കവും പ്രഥമ ദൃഷ്ടിയിൽ തന്നെ വില്ലുമംഗലത്ത് സ്വാമികളെ ആകർഷിച്ചിരുന്നു. തന്നോടൊപ്പം താമസിക്കുവാൻ അദ്ദേഹം ബാലനോട് പറഞ്ഞു. പക്ഷേ തനിക്ക് എപ്പോഴാണോ അപമാനം തോന്നുന്നത് ആ ക്ഷണം തന്നെ താൻ ഇവിടം വിട്ടു പോകുമെന്ന് ബാലൻ ഒരു നിബന്ധന മുന്നോട്ട് വച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ബാലൻ മുനിയെ സേവിച്ചു പോന്നു. പക്ഷേ ബാലൻ്റെ കുസൃതികൾ മുനിക്ക് അസഹനീയമായി തുടങ്ങുകയും മുനി ഒരിക്കൽ കുസൃതിക്കാരനായ ബാലനെ ശിക്ഷിക്കാനൊരുങ്ങുകയും ചെയ്തു. അപമാനിതനായ ബാലൻ വില്ലുമംഗലം ഇനി തന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിലേക്ക് വരണമെന്ന് അരുളി ചെയ്തതിനു ശേഷം അപ്രത്യക്ഷനായി. ബാലൻ വെറുമൊരു സാധാരണ മനുഷ്യനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും വില്ലുമംഗലം മനസ്സിലാക്കി. ബാലൻ അപ്രത്യക്ഷമായ സ്ഥലത്തു നിന്ന് ഒരു ഗുഹ കണ്ടെത്തുകയും ബാലനെ അന്വേഷിച്ച് ഗുഹയിലേക്ക് വില്ലുമംഗലം പോവുകയും ചെയ്തു. ശേഷം സമുദ്രത്തിലെത്തുകയും സമുദ്രക്കരയിൽ നിന്ന് തെക്കോട്ട് തിരിച്ച് ഒടുവിൽ കടലിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് എത്തി. അനന്തങ്കാട്ടിലേക്ക് എത്തിയ വില്ലുമംഗലം ബാലനെ കാണുന്നു. ബാലൻ വലിയ അനന്തനാഗത്തിൽ ലയിച്ച് അനന്തശയനനായ വിഷ്ണു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദർശനം വളരെ ആശ്ചര്യമായിരുന്നു. തല, വയറ്, കാലുകൾ വിവിധ സ്ഥലങ്ങളായി നിലകൊണ്ടിരുന്നു. ഈ അത്ഭുത കാഴ്ച കണ്ട് വിസ്മയിച്ച സ്വാമിയാർ ആ രൂപം ഒരു ക്ഷേത്ര വിഗ്രഹമാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാവിഷ്ണു അതിന് സമ്മതം നൽകി തൻ്റെ ആ അനന്തശയന രൂപം സങ്കുചിത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതാണ് ഇന്ന് നാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന വിഗ്രഹം. അനന്തപുരം തടാക ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 ഏക്കർ വിസ്തീർണമുള്ള ഒരു പ്രകൃതിദത്ത തടാകത്തിന് നടുവിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. തടാകത്തിലെ ജലം വർഷം തോറും ശുദ്ധവും തിളക്കവുമുള്ളതുമാണ്. മഴക്കാലത്തും വേനലിലും ഒരേ നിലയിലാണ് ജലനിരപ്പ് നിലനിൽക്കുന്നതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ക്ഷേത്രത്തിൻ്റെ അകത്തളം താഴ്ന്ന നിലയിലാണ് പണിതിരിക്കുന്നത്. ഭക്തർക്ക് താഴേക്കിറങ്ങി മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ. ഇതിലൂടെ വിനയം, ലാളിത്യബോധം എന്നിവയും ദർശനാനുഭവത്തിലൂടെ ഉൾപ്പെടുത്തുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ഘടനയും അതിന്റെ പുരാതനയെ സൂചിപ്പിക്കുന്നു. ലാറ്ററൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഘടന അതീവ ലളിതവും തനതുമായതുമാണ്. ഭക്തർക്ക് ശ്രീകോവിലേക്ക് കടക്കാൻ ചെറിയൊരു കാൽനട പാലത്തിലൂടെയാണ് പ്രവേശനം. നാഗരൂപിയായ അന്ധനായി വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീഹരിയുടെ അവതാരമായ അനന്തപത്മനാഭനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ട് നാഗാരാധനയുടെ ഒരു വലിയ പ്രാധാന്യവും ഇവിടെയുണ്ട്. ജന്മം, ജാതി, മതം എന്നൊന്നും നോക്കാതെ ആരെയും ആരാധനയ്ക്കായി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. ഹിന്ദുമതത്തിന്റെ സഹിഷ്ണുതയും സാമാന്യത്വവും ഇതിലൂടെ പ്രകടമാകുന്നു. ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള മറ്റൊരു പ്രത്യേകതയാണ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭവ്യ എന്ന മുതല. നിരുപദ്രവകാരിയായ ഈ മുതല ക്ഷേത്രത്തിലെ പ്രസാദം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ക്ഷേത്രത്തിലെ കാവൽക്കാരനായിട്ടാണ് മുതലയെ ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നുവെന്നാണ് വിശ്വാസം.
സൗത്ത് ഇന്ത്യയിൽ വെച്ച് തെക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും ആൾക്കാർ വിശ്വസിക്കുന്ന തടാക ക്ഷേത്ര എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. ഇത് ഇന്ത്യയിൽ വെച്ച് ഒരേ ക്ഷേത്രം ഇതുപോലുള്ള ക്ഷേത്രം ഉള്ളതാണ്. ഇത് തടാകത്തിൻ്റെ നടുവിലുള്ള ശ്രീകോവിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ ഭൂലോകത്തിൻ്റെ വൈകുണ്ഠം എന്ന് നമ്മൾ വിളിക്കാൻ പറ്റും. ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ അനന്തപത്മനാഭസ്വാമി, ഭൂദേവി, ശ്രീദേവി അടക്കമുള്ളതാണ്. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെ നിലകൊള്ളുന്നോ അതേ രീതിയിൽ ഇവിടെയും നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഭൂലോക വൈകുണ്ഠം എന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെയുള്ള വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ വിഗ്രഹം കടുശർക്കര വിഗ്രഹമാണ്. ഇത് കല്ലിൻ്റെതല്ല, മരത്തിൻ്റെതല്ല, പിന്നെ ഏതും മെറ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്തതല്ല. വെറും ആയുർവേദ മരുന്നുകളൊന്നും കൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രശസ്തമായ, വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിലുള്ള ബബിയ എന്ന് അറിയപ്പെടുന്ന ഒരു മുതലയാണ്. ഇതിനെ നമ്മൾ ഡിവൈൻ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്വം ഉള്ള മുതലയാണ്. നമുക്കറിയാം മുതലകളെല്ലാം ഒരു കൂട്ടത്തിൽ താമസിക്കുന്ന മുതലകളാണ്. പക്ഷെ ഇവിടെ ഉള്ളത് ഒറ്റ ഒരു മുതലാണ്. അത് നമ്മൾ അതിനെ ബബിയ എന്ന് വിളിക്കുന്നു. 1947 ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ കൊന്നപ്പോൾ, അന്ന് ഉണ്ടായിരുന്ന മുതലിനെ കൊന്നപ്പോൾ പിന്നെ ഒരു മുതലയുടെ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ മുതല വന്നു എന്ന് പറയുന്നില്ല, മുതല പ്രത്യക്ഷപ്പെട്ടു എന്നേ ഞങ്ങൾ പറയുന്നു. കാരണം അതിന് ദൈവത്വമുണ്ട്. അത് പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതായത് നമ്മൾ ഒരു രീതിയിലും ഉള്ള മാംസങ്ങൾ നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെജിറ്റേറിയൻ ക്രൊക്കോഡൈൽ ഇല്ലെങ്കിൽ ഡിവൈൻ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നു. ഇവിടത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾ അനന്തപത്മനാഭ സ്വാമിയെ എന്തുമാത്രം വിശ്വസിക്കുന്നോ അതേ രീതിയിലുള്ള വിശ്വാസം മുതല ബബിയനോടുകൂടെ വിശ്വാസം കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. പിന്നെ ഈ ക്ഷേത്രവുമായിട്ട് തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. കാരണം അനന്തപത്മനാഭ സ്വാമി ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോയി എന്നുള്ള ഒരു ഐതിഹ്യം. അതിന് രേഖകൾ നമ്മളടുത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ അമ്പലത്തിൻ്റെ ഈസ്റ്റ് പിന്നെ നോർത്ത് മൂലക്ക് ഈശാന്യ ഭാഗം നമ്മൾ പറയൂ, ആ ഭാഗത്തുള്ള ഒരു ഗുഹ കാണാം, ഒരു കേവ്. ആ കേവിലൂടെ നമ്മളെ ഭഗവാൻ അന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു. അത് ഇതിൻ്റെ ഇനി ഒരു എൻഡ് നമ്മളെ മുഗദാലിൻ്റെ നാങ്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഈ ഗുഹേൻ്റെ ഇനി ഒരു എൻഡ് ഉണ്ടെന്നും കടൽ മാർഗത്തിലൂടെ ഭഗവാൻ തിരുവനന്തപുരത്തേക്ക് പോയി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആടത്തേക്ക് പോയപ്പോൾ ക്ഷീണം കൊണ്ട് ഭഗവാൻ കിടന്നു എന്നുള്ളത് കൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമി ശയനത്തിലാണ് പ്രതിഷ്ഠ കൊണ്ടത്. ഇവിടെ പത്മാസനത്തിൽ പ്രതിഷ്ഠ കൊണ്ടു. അപ്പോൾ അത് ബില്വമംഗല സ്വാമിയാണ് ഇവിടെയും പ്രതിഷ്ഠ ചെയ്തത്, അവിടെയും ഭഗവാനെ പ്രതിഷ്ഠ ചെയ്തത് എന്നുള്ള കഥയും അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇവിടെ നിത്യം അന്നദാനമുണ്ട്. വന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ 365 ദിവസവും അന്നപ്രസാദം നൽകും. അത് അന്നപ്രസാദം തുടങ്ങാനുള്ള സമയം മാത്രം നമുക്കുള്ളത്. 1 മണിക്ക് നമ്മൾ അന്നപ്രസാദം തുടങ്ങും. പക്ഷേ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദം കിട്ടി എന്ന് ഉള്ള ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ അന്നപ്രസാദം സ്റ്റോപ്പ് ചെയ്യൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത.